നറുട്ടോയോട് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനൊരു ഒറ്റ ഉത്തരമേ പറയുള്ളൂ, എനിക്ക് ഹോക്കാഗെ ആവണമെന്ന്. ഈ ഹോക്കാഗെ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക്, എടുത്തു പറയുകയാണെങ്കിൽ ഒരു നിഞ്ചയ്ക്ക് തൻ്റെ ആ ഒരു വില്ലേജിൽ എത്താൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് പൊസിഷനാണ്. ഇതിൻ്റെ താഴെയും കുറേ പവർ ലെവൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോരോ നിഞ്ച റാങ്ക്സ് ഉണ്ട്. നമ്മൾ ഇതാണ് ഇന്ന് നോക്കുവാൻ പോകുന്നത്. പറയുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിൽ വേണം, ഒരാളുടെ പവർ ലെവൽസ് വെച്ചല്ല എപ്പോഴും അയാളുടെ റാങ്ക് വന്നിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നറൂട്ടോ ഗെനീൻ ആയിരുന്നപ്പോൾ തന്നെ കാഗെ ലെവലുള്ള വില്ലന്മാരോട് ഫൈറ്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും റാങ്കിങ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ സ്കെയിലിംഗ് തന്നെയാണ്. സോ നിഞ്ച വേൾഡിലെ, ഷിനോബി വേൾഡിലെ നിഞ്ച റാങ്ക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഫൈൻ. നിഞ്ച വേൾഡിലെ ആദ്യത്തെ നിഞ്ച റാങ്ക് എന്ന് പറയുന്നത് അക്കാഡമി സ്റ്റുഡൻ്റ് ആണ്. എടുത്തു പറയുകയാണെങ്കിൽ കോണഹാമറോ, ഒറിജിനൽ നറൂട്ടോ സീരീസിലെ കോണഹാമറോ ഇതിനൊരു എക്സാമ്പിൾ ആണ്. ഇവര് ഒറിജിനൽ ഷിനോബി അല്ലെങ്കിൽ നിഞ്ചകളല്ല. നിഞ്ചയ്ക്ക് താങ്കൾ യോഗ്യരാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു പ്രിലിമിനറി ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പോലെയാണ് ഈ അക്കാഡമി സ്റ്റുഡൻസ്. ഇവിടെ ബേസിക് ആയിട്ടുള്ള ചക്ര കൺട്രോളും സിമ്പിൾ ജുറ്റ്സു, എന്തുവാ പറയണ്ടേ, ക്ലോണിങ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ, ഇതൊക്കെ ആയിരിക്കും നെക്സ്റ്റ് ലെവലിലേക്ക് പോകുവാൻ അവർക്ക് ചെയ്യേണ്ട ടാസ്കുകൾ. പവർ ലെവൽസ് നിഞ്ചകളെ വെച്ച് നോക്കുമ്പോൾ എക്സ്ട്രീംലി ലോ ആണ്. അടുത്ത റാങ്കാണ് ഗെനിൻ അല്ലെങ്കിൽ ലോ നിഞ്ച. അതെ, ഇതൊരു എൻട്രി ലെവൽ നിഞ്ചയാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അക്കാഡമി സ്റ്റുഡൻറ്റിൽ നിന്ന് പാസ് ഔട്ട് ആവുന്നവർ ഗെനീൻ എന്ന പട്ടപ്പേരിലാണ് അറിയപ്പെടുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഇവരുടെ തലയിലെ ആ ഒരു ഹെഡ് ബാൻഡ് നിഞ്ചയെ ഐഡന്റിഫൈ ചെയ്യാനുള്ളത്. ഗെനീൻ ലെവലിലുള്ള ഒരു നിഞ്ച സാധാരണ ഡി അല്ലെങ്കിൽ സി റാങ്ക് മിഷൻസ് ആണ് ചെയ്യുന്നത്. കൂടുതലും ഡി ആയിരിക്കും. ബേസിക് ആയിട്ടുള്ള എബിലിറ്റീസ് പറയുകയാണെങ്കിൽ എന്നാ പറയണ്ടേ, എലമെന്റൽ മാനിപ്പുലേഷൻ, ടൈജിറ്റ്സു, സിമ്പിൾ ഗെൻജിറ്റ്സു, ടീം വർക്ക്, ഫോക്കസ്ഡ് ആയിട്ട് ഒരു ടാസ്ക് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് ഇവരുടെ പ്രൈമറി എബിലിറ്റീസ്. ഇതിനൊരു എക്സാമ്പിൾ തന്നെയാണ് നമ്മുടെ OG നറൂട്ടോ സീരീസിലെ റോക്ക്ലി. എന്നാൽ അതിനൊരു എക്സെപ്ഷൻ കൂടിയുണ്ട്. അതായത് നമ്മുടെ റോക്ക്ലി ഇൻസൈൻ ആയിട്ടുള്ള ഒരു ടൈജുറ്റ്സു എക്സ്പേർട്ട് തന്നെയായിരുന്നു ഈ ഗെനിൻ ലെവലിൽ പോലും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരാളുടെ പവർ ലെവൽസ് വെച്ച് നമുക്ക് അവരെ ആ ഒരു റാങ്കിങ്ങിൽ ഉൾപ്പെടുത്തുവാൻ പറ്റില്ല. ഗെനിൻ കഴിഞ്ഞാൽ അടുത്ത നിഞ്ച റാങ്ക് ചുനീനാണ്. ഇതിനെ മിഡിൽ നിഞ്ച എന്ന് പറയുന്നു. ഇവരുടെ മെയിൻ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഫീൽഡ് ലീഡേഴ്സ് ആയിരിക്കും, മോർ റെസ്പോൺസിബിൾ ആയിരിക്കും, സ്ട്രാറ്റജിസ്റ്റും ഹയർ മിഷൻ റാങ്ക്സ് ചെയ്യുന്നവരുമായിട്ടുള്ള ഒരു മിഡിൽ ടൈപ്പ് നിഞ്ചാസ് ആയിരിക്കും ചുനീൻകാർ. ഒരു ടീമിനെ ലീഡ് ചെയ്യുവാനുള്ള കഴിവ് ചുനീൻ ലെവലുള്ള നിഞ്ചയ്ക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. അതോടൊപ്പം തന്നെ സോളിഡ് ആയിട്ടുള്ള കോമ്പാക്ട് സ്കിൽസും ടാക്ടിക്കൽ അവയർനെസ്സും ഈ ടൈപ്പുള്ള നിഞ്ചകൾക്കുണ്ട്. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ നറൂട്ടോ OG സീരീസിലെ ഷീക്കമാറു. അതെ, ചുനീൻ ലെവൽ എക്സാം ആദ്യം പാസ്സാകുന്ന ഏക വ്യക്തി ഷീക്കമാറു തന്നെയാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ഇറുക്ക സെൻസെയിലെ നറൂട്ടോയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അക്കാഡമി ടീച്ചർ, അദ്ദേഹവും ഒരു ചുനീൻ ലെവൽ നിഞ്ചയാണ്. ഇവരുടെ പവർ ലെവൽ എടുത്തു നോക്കിയാൽ മീഡിയം എന്നേ പറയാൻ പറ്റുള്ളൂ. ടാക്ടിക്കൽ ഫൈറ്റേഴ്സ് ആണെങ്കിൽ കൂടി ഒരിക്കലും ഒരു എലൈറ്റ് കോമ്പാക്റ്റിന് ഇവർ യോഗ്യരല്ല. അടുത്തത് സ്പെഷ്യൽ ജോനിനാണ്. സ്പെഷ്യൽ ജോനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ജോനിൻ ലെവൽ നിഞ്ച തന്നെയാണ്. എന്നാൽ ഇവർ എക്സ്പേർട്ട് ആയിട്ടിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ മാത്രമായിരിക്കും. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ ഇബിക്കോ മൊറീനോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചുനീൻ ലെവൽ എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് നമ്മുടെ നറൂട്ടോയുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു സെൻസയല്ലേ ഇബിക്കി മൊറീനോ, ഇദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇൻട്രോഗേഷൻ ആണ്. മൈൻഡ് മാനിപ്പുലേഷനിലൂടെ ഇൻട്രോഗേറ്റ് ചെയ്ത് എതിരാളികളിൽ നിന്ന് പല വിവരങ്ങളും എടുക്കുവാൻ ഇദ്ദേഹത്തിന് സാധ്യമാണ്. ഇവരൊരിക്കലും ഒരു ഫുൾ ജുനീൻ്റെ അത്രയും ബ്രോഡ്ലി സ്കിൽഡ് ആയിരിക്കില്ല, പക്ഷെ അവരുടെ പർട്ടിക്കുലർ ഫീൽഡിൽ ഇവരെ മറികടക്കുവാൻ വേറെ ആരും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയും. സോ ഇവരാണ് അടുത്ത ഫീൽഡ്, അതായത് സ്പെഷ്യൽ ജോനീൻ. ഇനി നെക്സ്റ്റ് ഫീൽഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്സ്റ്റ് പവർ റാങ്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോനീനാണ്. അതെ, എലൈറ്റ് ഷിനോബി. ഒരു എ റാങ്ക് മിഷൻസ് ഒക്കെ എടുക്കുന്നത് ഈ ലെവലിലുള്ള നിഞ്ചാസ് ആണ്. ഇവർ തന്നെയായിരിക്കും സോളോ ഓപ്പറേഷൻസും കൈകാര്യം ചെയ്യുന്നത്. ഇവരുടെ എബിലിറ്റീസ് പറഞ്ഞതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജുറ്റ്സുകൾ കാണും, ടോപ്പ് ടയർ ആയിട്ടുള്ള ടൈജുറ്റ്സു കാണും, ഗെൻജുറ്റ്സു കാണും, ബാറ്റിൽ ഫീൽഡ് ലീഡർഷിപ്പ് കാണും. ഇതെല്ലാം ഇവരുടെ ഒരു എബിലിറ്റീസ് ആണ്. ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ത് പറയുന്നു, നമ്മുടെ മിസ്റ്റർ വേൾഡ് വൈഡ് പോപ്പുലർ എന്ത് വേണമെങ്കിലും പറയാം, കക്കാഷി ഹട്ടാകെ ദ കോപ്പി നിഞ്ച. അദ്ദേഹം ഒരു എലൈറ്റ് ലെവലായിട്ടുള്ള ഒരു ജോനിയൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കോമ്രേഡ് ആയിട്ടുള്ള മൈറ്റ് ഗെയിം എലൈറ്റ് ലെവൽ ജോനിയൻ തന്നെയാണ്. എടുത്തിന് എന്ത് പറയണം, അദ്ദേഹത്തിൻ്റെ ടൈജുറ്റ്സു കണ്ടിട്ട് മാതര ഉച്ചിഹ പോലും എന്നെ നേരിട്ടവൽ നീയാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എന്ന് പറയുന്നുണ്ട്. പവർ ലെവൽ നോക്കുകയാണെങ്കിൽ ഹൈ ആണ്, കേബിൾ ഓഫ് ഫൈറ്റിംഗ് മൾട്ടിപ്പിൾ എനിമീസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതുപോലെ തന്നെ എലൈറ്റ് സ്ക്വാഡ്സിനെ ലീഡ് ചെയ്യാനും ഇവർക്ക് കഴിവുണ്ട്.
ഈ ജൊനിൻ ലെവലും കഴിഞ്ഞാലാണ് നമ്മുടെ കാഗെ വരുന്നത്. അതായത് ഫയർ നേഷന്റെ കാഗേനെ നമ്മൾ ഹൊക്കാഗെ എന്ന് വിളിക്കുന്നു. ഈ കാഗെ ലെവൽ ആകുവാൻ വേണ്ടിയാണ് നാരുട്ടോയുടെ ഏറ്റവും വലിയ ആഗ്രഹം. കാഗയുടെ അർത്ഥം തന്നെ ഷാഡോ എന്ന് തന്നെയാണ്. ഒറ്റ വാക്കിൽ കാഗേമാരുടെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണമെങ്കിൽ അബ്സല്യൂട്ട് സ്ട്രോങ്ങസ്റ്റ് നിഞ്ച ഇൻ ദ റെസ്പെക്റ്റീവ് വില്ലേജസ് എന്ന് തന്നെ പറയാം. ഇവരായിരിക്കും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള നിഞ്ച. ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു കാഗയായ ഒരു വ്യക്തിയുണ്ട്. അതെ, ഗാര ഓഫ് ദി ഡെസേർട്ട്. നമ്മുടെ നാരുട്ടോ OG സീരീസിന്റെ അവസാനം ജിറായയുടെ കൂടെ ട്രെയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. അവൻ തിരിച്ചു വരുമ്പോൾ, അതായത് ഷിപ്പുദീനിൽ അവൻ തിരിച്ചു വരുമ്പോൾ ഗാരയെ പറ്റി അന്വേഷിക്കുമ്പോൾ അവർ ഞെട്ടിപ്പോവും. ഗാര ഓൾറെഡി അവിടുത്തെ കാഗയായി കഴിഞ്ഞു സാൻഡ് വില്ലേജിലെ. സോ ഇവരുടെ എബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഗമാരെ പറഞ്ഞല്ലോ അബ്സല്യൂട്ട് സ്ട്രോങ്ങസ്റ്റ് തന്നെയാണ്. മാസ്റ്റർ ലെവൽ ജിറ്റ്സു കാണും, സ്ട്രാറ്റജിസ്റ്റിന്റെ അങ്ങേയറ്റം, ഓഫൻ ഹാവ് എ യുണീക്ക് ഓർ ലെജൻഡറി എബിലിറ്റീസ്. അതെ, ഇവർക്ക് തന്നെ പൊസസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇവർ അങ്ങേയറ്റം ലെജൻഡറി ആയിരിക്കും. എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ ഗോഡ് ഓഫ് ഷിനോബി ആയിട്ടുള്ള ഹാഷുറാമ, നാരുട്ടോ, ഉസുമാക്കി, മിനാട്ടോ ഇവർക്കൊക്കെ എസ്തേറിപ്പെടുന്ന കാഗമാര് തന്നെയാണ്. ഇതുകൂടാതെ തന്നെ ഒരു ബോണസ് കൂടിയുണ്ട് ഈ നിഞ്ച പവർ റാങ്ക്സിൽ. അതെ, അൻബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓപ്പറേഷണൽ യൂണിറ്റ് ആണ്. ഇവര് ഡയറക്റ്റ് ആയിട്ട് ഹൊക്കാഗയുടെ ഓർഡേഴ്സ് ആയിരിക്കും സ്വീകരിക്കുന്നത്. ഇവരുടെ എബിലിറ്റീസ് മെയിൻ ആയിട്ട് അസാസിനേഷൻ, റീകൺസിനിയേഷൻ, സപ്രഷൻ ടെക്നിക്സ് ഒക്കെ ആയിരിക്കും. ചുനീൻ ലെവൽ മുതൽ കാഗെ ലെവൽ വരെയുള്ള അംഗങ്ങൾ ഇതിലുണ്ടാവാം. ഇവരുടെ ഐഡന്റിറ്റി അതാത് കാഗേകാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കക്കാഷി സെൻസെ ഒരു അൻബുല അംഗമായിരുന്നു. സോ ഇതൊക്കെയാണ് നിഞ്ചയുടെ പവർ റാങ്ക്സ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഗരീനായുടെ ആളുടെ പവർ വെച്ച് നമുക്കൊരിക്കലും അയാളെ റാങ്ക് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗെനീനും ചുനീനും ജോനിനും സ്പെഷ്യൽ ജോനിനും അൻബു ബ്ലാക്ക് ഓപ്സിലെ അംഗവും കാഗേനെ ഫേവറേറ്റ് ആയിട്ടുള്ളവരെ മെൻഷൻ ചെയ്യുക. ഏതായാലും അടുത്തൊരു നാരുട്ടോ സീരീസിന്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. I told you